ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നുള്ളത് മൈസൂരാണ് കേട്ടോ. ഇവിടെ എത്തി ചങ്ങായിൻ്റെ റൂമിലും കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒടുക്കത്തെ വെയിൽ. ആടുന്നൊരു സൺകിസും കിട്ടി സൺസ്ക്രീൻ ഭയത്തേച്ച് നേരെ പോയത് ചായ കുടിക്കാനാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ചായം കുടിച്ച് ചങ്ങായിനോട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ പോയത് സൂലേക്കാണ്. ഇവിടെ എത്തി 150 രൂപയുടെ എൻട്രി ഫീ കൊടുത്ത് കാട്ടിലെ ഭീകരന്മാരെ നേരിൽ കാണാനായി നമ്മൾ നടന്നട്ടാ. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ സൂലാണ്. വെറുതെ പൈസ കളയാന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോണ്ടാ ഒടുക്കത്തടി എന്തിനേതിനാന്നും ചോദിക്കാൻ നമ്മളൊന്നും ഇല്ല കേട്ടോ. അവരുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്നത് ശരിയല്ലല്ല. അങ്ങനെ അവരോടും ടാറ്റ പറഞ്ഞ് നമ്മൾ നേരെ പോയത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ് കേട്ടോ. പൊതുവേ ഗാർഡൻ്റെ ഉള്ളിൽ കയറാൻ എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന ദിവസം നല്ലതായതുകൊണ്ട് തന്നെ ഫ്രീ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഗാർഡൻ്റെ ഉള്ളിലെ കാഴ്ചയും കണ്ട് ഗാർഡനോട് ഭയം പറഞ്ഞ് നമ്മളിവിടുന്ന് നേരെ പോകുന്നത് എന്തിനാണോ നമ്മൾ മൈസൂരേക്ക് വന്നത് അത് കാണാനാണ് കേട്ടോ. അതെ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലായ മൈസൂർ ദസറ കാണാനാണ് ഞങ്ങളിപ്പോൾ വന്നത്. എൻ്റെ നാടായ കണ്ണൂരിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് മൈസൂരിലെത്തുക. അങ്ങനെ റോഡരികിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പോൾ പോകുന്നത് ഡ്രോൺ ഷോ കാണാനാണ്. ഞാൻ പോയ ദിവസം ഇതിൻ്റെ ട്രയൽ ഷോ ആയതുകൊണ്ട് തന്നെ ഇതിന് എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട് പിടിക്കാൻ വേണ്ടി വണ്ടി നോക്കിയപ്പോഴാണ് നമ്മൾ അറിയണത് വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തത് യാതൊരു പിടുത്തവും കിട്ടണില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരുവിധം വണ്ടിയൊക്കെ തപ്പി പിടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടട്ടാ. അപ്പോൾ എല്ലാവരോടും ബൈ.